ട്രസ്റ്റി KT ഹംസ മുസ്ലിയാർ അൽ ഫൈലി, ഹംസ കോയ മുസ്ലിയാർ അൽ ഫൈലി, ബഹുമാനപ്പെട്ട കാള ഉസ്താദ്, ഗൾഫ് സത്യധാര പ്രിന്ററും പബ്ലിഷറുമായ ഷിയ സുൽത്താൻ, മറ്റ് വേദിയിലിരിക്കുന്ന അഭിവന്യരായ ഉസ്താദുമാരെ, പണ്ഡിത നേതാക്കളെ, ഉമറാക്കളെ, തികച്ചും ശ്രദ്ധേയമായ വരും തലമുറയിലെ വിദ്യാർത്ഥി സമൂഹത്തെ പ്രത്യേകമായി സംഘടിപ്പിച്ചുകൊണ്ട് ആധുനിക പ്രബോധന രംഗത്ത് നമുക്ക് സാധ്യമായ മേഖലകളെ കുറിച്ച് ചർച്ച ചെയ്യുവാൻ ഇവിടെ അവസരമൊരുക്കിയിരിക്കുകയാണ്. ആധുനിക പ്രബോധന രംഗത്ത് നിരവധി അനന്തമായ സാധ്യതകൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കിയവരാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ദഅ്വാ രംഗത്തുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ദാഇകൾ പ്രബോധന രംഗത്തേക്ക് ഇറങ്ങുന്നില്ല എന്നതാണ്. പ്രബോധന രംഗത്തേക്ക് നാം ഇറങ്ങുന്നതായ സമയത്ത്, ഇറങ്ങിയതായ ഘട്ടത്തിലൊക്കെ കാതലായ മാറ്റം പ്രസ്തുത മേഖലകളിലൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വ്യക്തമായി ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, പ്രബോധന രംഗത്തേക്ക് ഇന്നല്ലെങ്കിൽ നാളെ കടന്നു വരേണ്ടതായ പുതിയ തലമുറയും വേരൂന്നി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായ പ്രബോധന മേഖലയിലെ ദാഇമാരും തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ വേണ്ടി കടന്നു വന്ന ഘട്ടങ്ങളിലൊക്കെ മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാക്കി ഒരു സമൂഹത്തെ ഈ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ വിഷയം വിശകലന വിധേയമാക്കുന്നത്. സ്വാഭാവികമായും ഇസ്ലാം മത പ്രചരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില തലനാരിഴ കീറിയ ചർച്ചയായതുകൊണ്ട് നമ്മുടെ പരിസരത്ത് വെച്ചുകൊണ്ട്, പൊതുവായ വേദിയിൽ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുവാൻ പറ്റിയതായ ഭാഗങ്ങൾ മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊരു പൊതുവേദിയിൽ വെച്ചുകൊണ്ട് പറയേണ്ടതല്ലല്ലോ. അത് അതിന് ഉപയുക്തമായ ദാഇമാരെ വിളിച്ചുകൂട്ടി അവർക്ക് നൽകേണ്ട നിർദ്ദേശങ്ങളും ട്രെയിനിങ്ങുകളുമാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുകയല്ല. അല്ലാഹുവിന്റെ വഴിയിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളത്, ഇസ്ലാം മതത്തിന്റെ തത്വങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഓരോ വിശ്വാസി സമൂഹത്തിന്റെയും ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിയവരാണെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു, ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, വഴിയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവനേക്കാൾ ഉത്തമനായിക്കൊണ്ട് ആരാണുള്ളത്? ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് കാലമായിരുന്നാലും പ്രബോധന രംഗത്ത് നമ്മൾ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങളെ, സ്വീകരിക്കേണ്ട മാധ്യമങ്ങളെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ 90 വർഷമായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രാസ്ഥാനികമായ രൂപം പൂണ്ടതിന്റെ ശേഷവും, അതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട മഖ്ദൂമി പണ്ഡിത തറവാട്ടിലൂടെ കടന്നു വന്ന ആ പണ്ഡിത ശ്രേണി കാണിച്ചു തന്ന മാർഗവും, അതിന്റെ മുമ്പും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണത്തിന്റെ അഥവാ മഖ്ദൂമി, അതിന്റെ തൊട്ടുമുമ്പ് മഖ്ദൂമികളുടെ കേരളത്തിലേക്കുള്ള ഇസ്ലാം മത പ്രചരണ പ്രവർത്തനങ്ങളുടെ തൊട്ടുമുമ്പുമൊക്കെ ഇവിടെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അഥവാ ഈ ആധുനിക കാലഘട്ടം എന്ന് പറയുന്ന ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പ്രബോധനത്തിലേക്ക് നാം കടന്നു വരുന്നതായ സമയത്ത് തന്നെ പുരാതന കാലഘട്ടത്തിൽ ഈ കേരളീയ പരിസരത്ത് തന്നെ ഏത് മാർഗമാണോ ആ കാലഘട്ടത്തിലെ പ്രബോധന സമൂഹം മുറുകെ പിടിച്ചത് എന്ന് വളരെ വിഷയമായി കൊണ്ട് വിശകലനം ചെയ്തുകൊണ്ടായിരിക്കണം വർത്തമാന കാലഘട്ടത്തിലേക്കും നമ്മുടെ ഭാവി രൂപപ്പെടുത്തുന്നതിലേക്കും നമ്മൾ പ്രവേശിക്കേണ്ടത്. ഏതെങ്കിലും പുതിയ ചിന്തകൾ കടന്നു വരുമ്പോൾ അതിന്റെ പിന്നാലെ പോകുന്ന പരമ്പരാഗതമായി കൊണ്ടുള്ള എല്ലാത്തിനെയും നിഷേധിച്ചുകൊണ്ടുള്ള എല്ലാവിധ മൂലകങ്ങളെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ടുള്ള ഒരു പോക്ക്, അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന ആശയമല്ല. പൈതൃകത്തിലൂന്നിക്കൊണ്ട് പാരമ്പര്യമായി കൊണ്ട് ഫുഖഹാക്കൾ, മുൻഗാമികളായ ഫുഖഹാക്കൾ പഠിപ്പിച്ച പോലെ, സലഫുസ് സാലിഹുകൾ പഠിപ്പിച്ച പോലെ മുഫസ്സിറുകളും മുഹദ്ദിസുകളും മുജ്തഹിദുകളും ഒക്കെ ഏത് രീതിയിലാണ് ദഅവത്ത് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് ആ രൂപത്തിൽ
ഊന്നുകൊണ്ട് മാത്രമേ വർത്തമാനകാല ദാഇയും പ്രബോധന മണ്ഡലത്തിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രബോധനം പ്രധാനമായി കൊണ്ടും 3 മേഖലയിലായി വിഭജിക്കപ്പെട്ടത് കാണുവാൻ സാധിക്കുന്നു. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെയുള്ള ഇസ്ലാഹി പ്രവർത്തനം. ഏറ്റവും സങ്കീർണമായതും അതാണ്. ഒരു മുസ്ലിമിന് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിനേക്കാളുമൊക്കെ അപ്പുറം ഏറ്റവും കൂടുതൽ ഇന്ന് വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലുള്ള ഇസ്ലാഹി പ്രവർത്തനം എന്ന് പറയുന്നത്. അല്ലാഹു തആല പറയുന്നു, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന, തിന്മയിൽ നിന്നുകൊണ്ട് ആളുകളെ തടയുന്ന ഒരു സമൂഹം വൽതകും മിൻകും, നിങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ ഉണ്ടാകട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തവും ദൗത്യവും ബാധ്യതയുമായി കൊണ്ട് നാം അതിനെ മനസ്സിലാക്കണം. ആ ഒരു രംഗത്തിൽ നിന്നുകൊണ്ട് വളരെയധികം വെല്ലുവിളികൾ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കുലങ്കുശമായ ചർച്ചയിലേക്ക് പോകുവാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. രണ്ടാമതായി ദഅവത്തിനെ വിഭജിച്ചിരിക്കുന്നത് അമുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. ഇത് ഓരോരുത്തരുടെയും വ്യക്തമായ ബാധ്യതയായി കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു മേഖലയിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോ, അല്ലെങ്കിൽ ഇസ്ലാം മത പ്രചരണ പ്രവർത്തനങ്ങളുമായി അമുസ്ലിങ്ങൾക്കിടയിലേക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ പ്രബോധകന്മാർ കടന്നു വന്നപ്പോ ആശാവഹമായ മാറ്റമുണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇസ്ലാമിനെ മനസ്സിലാക്കി കൊടുക്കുന്നിടത്ത് ദാഇ വിജയിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് സമയത്തിന്റെ ലഭ്യത അനുസരിച്ചുകൊണ്ട് വിശദീകരിക്കാം. മൂന്നാമതായി ഇതിനെ പാട്ട് ചെയ്തിരിക്കുന്നത് അമുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താനും ശത്രുതാ മനോഭാവം ഇല്ലാതാക്കാനും ഉതകുന്ന ചർച്ചകൾ, സംവാദങ്ങൾ സംഘടിപ്പിക്കപ്പെടണം. ഏറ്റവും പ്രധാനമായി ബഹുസ്വര സമൂഹത്തിൽ, ഭാരതത്തിൽ അനിവാര്യമായ ഒരു സംഗതിയാണ് ഇത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇസ്ലാം മതം സിദ്ധാന്തങ്ങൾ അനുസരിച്ചുകൊണ്ട്, ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് ഒരു മുസ്ലിം അവന്റെ ഫിഖ് അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെങ്കിൽ അതിനെ അസഹിഷ്ണുതയോടുകൂടി കാണുന്ന വർത്തമാനകാല ലോകത്ത് പ്രത്യേകിച്ചും ഒരു മുസ്ലിം എന്നെ മറ്റൊരു കോലത്തിൽ നോക്കിക്കാണുന്ന ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഏതോ ഭീതിപ്പെടുത്തുന്ന ഒരു സംഭവം മാത്രമാണെന്ന് സങ്കല്പിക്കപ്പെടുന്ന, ഇസ്ലാമോ ഫോബിയ വളർത്തുവാൻ വേണ്ടി ഇസ്ലാം വിരുദ്ധ കക്ഷികൾ ആസൂത്രിതമായി കൊണ്ട് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഈ മൂന്നാമത്തെ ദഅവത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. ഇതിന്റെ ഭാഗമായി കൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പോഷക സംഘടനകളുമൊക്കെ അമുസ്ലിങ്ങളെ നമ്മുടെ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നത്, അവർക്ക് മതപഠനശാലകൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, അവർക്ക് ദീനി കലാലയങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന സഹിഷ്ണുതയുടെ സന്ദേശങ്ങൾ പകർന്നു കൊടുക്കുന്നത്, അവരെ സംവാദങ്ങളിലേക്കും ചർച്ചകളിലേക്കും സെമിനാറുകളിലേക്കും സിംബോസിയങ്ങളിലേക്കും ക്ഷണിക്കുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഭയപ്പെടേണ്ടതല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഭീതിപ്പെടുത്തപ്പെടുന്ന ഒരു ദർശനമല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊരു സുന്ദരമായ ആശയമാണ് എന്നുള്ളത് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ കൂടി അവരുടെ മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒരു മഹത്തായ ചിത്രം, അവരുടെ തെറ്റിദ്ധാരണാജനകമായ ഇസ്ലാമിനെ കുറിച്ചുള്ള അവരുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ആ ആശയങ്ങൾ മാറ്റി സുന്ദരമായ യഥാർത്ഥമായി ഇസ്ലാം മനോഹരമായി കൊണ്ട് അവരുടെ മനസ്സിൽ സ്ഥാപിക്കുവാൻ ഉതകുന്ന പ്രബോധന പ്രവർത്തനങ്ങളും കാലികമായി കൊണ്ട് അസഹിഷ്ണുതയുടെ ലോകത്ത് പ്രത്യേകമായി കൊണ്ട് മോഡി ഭരിക്കുന്ന ഇന്ത്യയിൽ വളരെയധികം പ്രബോധന ദൗത്യമായി കൊണ്ട് ഈ ദാഇമാര് മനസ്സിലാക്കേണ്ട സംഗതിയാണ് എന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനുള്ള ഏറ്റവും അനന്തമായ സാധ്യത വിശുദ്ധ ഖുർആൻ തന്നെയാണ്. കാലം എത്ര മാറിയാലും, ടെക്നോളജി എത്ര പുരോഗതി പ്രാപിച്ചാലും അള്ളാഹുവിന്റെ വഴിയിലേക്ക് ആളുകളെ ക്ഷണിക്കുവാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ പറയുന്നതാണ്, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ ആളുകളെ ക്ഷണിക്കുക. ഹിക്മ എന്ന് പറയുന്നതിന് മിക്ക മുഫസ്സിറുകളും നൽകിയിരിക്കുന്ന തഫ്സീർ അത് ഖുർആൻ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവതരിപ്പിച്ചതായ കിതാബ്, ആ വിശുദ്ധ ഖുർആൻ, അതാണ് ഏറ്റവും പ്രധാനമായി കൊണ്ട് ഒരു ദാഇ മുറുകെ പിടിക്കേണ്ടത്. ഇന്നില്ലാതെ പോയതും അതാണ്. പ്രഭാഷണങ്ങൾ മോഡേണൈസ് ചെയ്യപ്പെട്ടു, ദഅവത്തുകൾ ആധുനികവൽക്കരിക്കപ്പെട്ടു. എല്ലാത്തിനെയും പുതിയ പുതിയ രീതിയിലും ക്രമത്തിലും മാത്രം നോക്കിക്കാണുകയും വിശുദ്ധ ഖുർആനിനെ മാറ്റിവെക്കുകയും ചെയ്യുന്ന സമീപനമുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും ആ മേഖലയിൽ പരാജയം സംഭവിച്ചിട്ടുണ്ടാകാം. ഈ ഒരു വിഷയം നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ വെച്ചുകൊണ്ടാണ് തുടർന്നുള്ള ചർച്ചയിലേക്ക് പോവേണ്ടത്. കാരണം നിങ്ങൾ പ്രബോധന രംഗത്തിറങ്ങിയതായ ദാഇമാരെ വെച്ചുകൊണ്ടുള്ള നമ്മുടെ പഠനങ്ങളിൽ നമുക്ക് മനസ്സിലായ സംഗതിയാ പറയുന്നത്. നമ്മൾ ഒരു ദഅവത്തിന് വേണ്ടി
ഒരു അമുസ്ലിമിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി അവനുമായി സംസാരിക്കുമ്പോ, അവനുമായി സംവേദന നടത്തുന്നതായ സമയത്ത് സ്വാഭാവികമായും അവന് ഖുർആൻ ഓതിക്കൊടുക്കുന്നതായ സമയത്ത് ഇസ്ലാമിനോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിനോടുള്ളതായ ഒരു അരോചക മനോഭാവം അതവനിൽ നിന്നുകൊണ്ട് ഇല്ലാതാകുന്നുണ്ട്. ഖുർആൻ പച്ചയായി കൊണ്ടങ്ങോട്ട് ഓതി കേൾപ്പിക്കുന്നതായ സമയത്ത് അത് ദലീലുകളിലേക്ക് കടന്നു പോകുന്നത് അവിടെയാണ്. അള്ളാഹുവിന്റെ മഹത്തായ ഈ പ്രപഞ്ചത്തിലുള്ള ഔദാര്യങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട് ആ പരാശക്തിയിലേക്ക്, ഏകനായ അള്ളാഹുവിലേക്ക്, ആ അള്ളാഹുവിലേക്ക് ജനങ്ങളുടെ ചിന്തകൾ കൊണ്ടുപോകണമെങ്കിൽ, ഇത്തരത്തിലുള്ള ഒരു ചർച്ചകളിലേക്ക് കടന്നു പോകണമെങ്കിൽ നമുക്ക് വലിയ ജ്ഞാനം അനിവാര്യമായി വരുന്നുണ്ട്. അതിനനുസരിച്ചുകൊണ്ട് കണ്ണും കാതും കൂർപ്പിച്ചുകൊണ്ടായിരിക്കണം ഒരു ദാഇയുടെ പോക്കെന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിക്കൊണ്ടത് നമ്മൾ മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1000 പുതുമുസ്ലിങ്ങൾക്കിടയിലേക്ക് ഒരു പഠനം നടത്തുകയുണ്ടായി സമീപകാലത്ത്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന മലയാളികളായ 1000-ഓളം വരുന്ന പുതുമുസ്ലിങ്ങൾക്കിടയിൽ നമ്മളൊരു പഠനം നടത്തി. അവരോട് ചോദിക്കുന്നത് പ്രധാനമായും 2 ചോദ്യം. ഇസ്ലാമിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടാൻ പ്രധാനമായി ഉണ്ടായ കാരണം എന്താണ്? മറ്റൊന്ന്, ഈ ആശയം മുസ്ലിമാവുക എന്ന് പറയുന്ന താല്പര്യം, മുസ്ലിമാകാനുള്ള താല്പര്യം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി എന്നു. ഈ 2 ചോദ്യത്തിനും അവർ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരങ്ങളിൽ വെച്ചുകൊണ്ടാണ് തുടർന്നുള്ള നമ്മുടെ സംസാരങ്ങൾ പോകുന്നത്. വളരെയധികം ശ്രദ്ധിക്കണം. അഥവാ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഘടകം ഏതാണ് എന്ന ചോദ്യത്തിന് അവർ മറുപടി നൽകുന്നത്, ഇന്നാലിന്ന ആള് കൂടുതൽ സുന്നത്ത് ചെയ്യുന്നത് കണ്ടു, സുന്നത്ത് നോമ്പ് നോൽക്കുന്നത് കണ്ടു, ആശുറാന്റെ അന്ന് നോമ്പ് നോൽക്കുന്നത് കണ്ടു, തഹജ്ജുദ് നിസ്കരിക്കുന്നത് കണ്ടു. ഇതുപോലെയുള്ള സുന്നത്തായ കർമ്മങ്ങൾ ഒരു മനുഷ്യൻ വർദ്ധിപ്പിച്ചത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളും പറഞ്ഞിട്ടുള്ളത്. അവർ ഒപ്പരം കോളേജുകളിൽ പഠിക്കുന്നവരാകാം. ക്യാമ്പസുകൾ ഇതിന്റെ ഏറ്റവും വലിയ സാധ്യതകൾ നിലനിൽക്കുന്ന സമയമാണ്. ബഹുസ്വര സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്നുള്ളത് കൊണ്ട് ഇതര അമുസ്ലിങ്ങൾക്കിടയിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ പെട്ടെന്ന് ജീവിതത്തിലൂടെ പകർന്നു കൊടുക്കുവാൻ അനന്തമായ സാധ്യതയുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഹദീസിനെ, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ഷഹീദ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഒരാൾ ഒരു സുന്നത്ത് ചെയ്യുന്നത് കണ്ട് അവൻ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ ഹബീബ് അക്കാലഘട്ടത്തിൽ പോലും പറഞ്ഞതായ ഹദീസ് എന്താണ്? ആ 100 ഷഹീദിനേക്കാൾ ഒരു ഷഹീദ് ദീനിന് വേണ്ടി അവന്റെ ജീവിതം സമർപ്പിക്കുന്നു, അവനേക്കാളും ഏറ്റവും പ്രധാനിയാണ്, അവനേക്കാളും 100 ഇരട്ടി ഗുണമാണ്. അല്ലെങ്കിൽ ഒരു ഷഹീദിന്റെ കാരണമായിക്കൊണ്ട് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിനേക്കാളും പ്രധാനമായിക്കൊണ്ട് ഒരാൾ സുന്നത്തിനെ ജീവിപ്പിച്ചു കഴിഞ്ഞാൽ, സുന്നത്തിനെ ശരിയാക്കിക്കൊണ്ട് കഴിഞ്ഞാൽ 100 ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞത്. വർത്തമാന കാലഘട്ടത്തിൽ കേരളീയ സമൂഹത്തിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദഅ്വാ മേഖലയിൽ ഏറ്റവും അനിവാര്യമായി കൊണ്ടിരിക്കുന്നതും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് വന്നതും ഇതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു പ്രബോധിതനിലേക്ക് കടന്നു പോവേണ്ട, നമ്മൾ ഏതൊരു സമൂഹത്തിലേക്കാണോ ഇറങ്ങിപ്പോകുന്നത് അവരെ സമീപിക്കേണ്ട മാനസികമായ അല്ലെങ്കിൽ അവന്റെ ജീവിതക്രമത്തിൽ അവൻ ഉണ്ടാക്കിയെടുക്കേണ്ട സ്വഭാവ സംസ്കരണം ഇവിടെ വെച്ചുകൊണ്ടാണ് രൂപപ്പെടുത്തി എടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. ഒരു മനുഷ്യനെ നന്നാക്കാൻ പോകുന്നവൻ തീർച്ചയായിട്ടും നന്നാകണമല്ലോ. നമ്മൾ തഹൂറായ വെള്ളത്തെക്കുറിച്ച് കൊണ്ട് ചർച്ച ചെയ്യുന്നവരാണ് ഫിഖ്ഹിൽ. ഒരു സാധനത്തെ ശുദ്ധിയാക്കുവാൻ വേണ്ടി ഏത് വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമായിരിക്കണം. സ്വയം ശുദ്ധിയുണ്ടായാൽ മാത്രം പോരാ, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവ് കൂടി ഉണ്ടായിരിക്കണം. തഹൂറായ വെള്ളം കൊണ്ട് മാത്രമേ മറ്റൊരു സാധനത്തിന് ശുദ്ധിയാക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മുടെ ഫിഖ്ഹിലൂടെ നമ്മൾ പഠിച്ചവരാണെങ്കിൽ എങ്ങനെ ഒരു മുത്തനജ്ജിസായ വെള്ളം കൊണ്ട്, ഒരു മുത്തനജ്ജിസായ പദാർത്ഥം കൊണ്ട് മറ്റൊരു നജസിനെ നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ ഒഴിവാക്കുവാനോ സാധ്യമാവുകയില്ല. ഒരു പ്രബോധകൻ ഏറ്റവും പ്രധാനമായി കൊണ്ട് മനസ്സിലാക്കേണ്ട മേഖല ഇതാണ്. വർത്തമാന കാലഘട്ടത്തിൽ ചെറിയ തോതിലെങ്കിലും ചില മേഖലകളിൽ പരാജയം സംഭവിക്കുന്നതും ഇതുകൊണ്ടാണ് എന്ന് സാന്ദർഭികമായി മാത്രം സൂചിപ്പിക്കുകയാണ്. ഈ വിഷയം വെച്ചുകൊണ്ട് തന്നെയാണ് അനുകരണ കലയെ അല്ലെങ്കിൽ അഭിനയ കലയെ കുറിച്ചുകൊണ്ട് സിനിമ പോലെയുള്ള ചർച്ചകളെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തതായ സമയത്ത് നമ്മൾ ആരെയാണ് അനുകരിക്കേണ്ടത്? ഒരു ദാഇയെ അനുകരിച്ചുകൊണ്ടാണല്ലോ ദഅവത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നതായ ആൾ പ്രബോധിതൻ. ഈ പ്രബോധകനെ കണ്ടുകൊണ്ടാണല്ലോ, അവന്റെ ദഅവത്ത് മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ ഇതിലേക്ക് കടന്നു വരുന്നത്. നടനെ കണ്ടുകൊണ്ടാണോ
അല്ലെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസറെ കണ്ടുകൊണ്ടാണോ, ഡയറക്റ്റ് ചെയ്യുന്ന സംവിധായകനെ കണ്ടുകൊണ്ടാണോ, ആരാണ് റോൾ മോഡലായിക്കൊണ്ട് ഇവൻ സ്വീകരിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭ്യമാവുന്നില്ല. ഒരുപക്ഷേ ഭരത് അവാർഡ് കിട്ടിയതായ ആൾക്ക് അവൻ ഉത്തമമായി കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഥ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അഭിനയിക്കാൻ നല്ല രൂപത്തിൽ സാധിച്ചേക്കാം. പക്ഷേ ആ അഭിനേതാവിന്റെ ആ അഭിനയിക്കുന്നതായ ആളുടെ ജീവചരിത്രം, സ്വകാര്യ ജീവിതം വളരെയധികം മോശമായി കൊണ്ട് കാണുമ്പോൾ അവൻ ഈ മതത്തിലേക്ക് കടന്നു വരുന്നില്ല. കേവലം നൽകപ്പെടുന്നതായ സന്ദേശങ്ങൾ മാത്രം ഉണ്ടായാൽ പോരാ, അതിനുമപ്പുറം അവരുടെ ജീവിതവും സംശുദ്ധമായി കൊണ്ടുണ്ടാവണം. ഇവിടെ അഭിനയകലകളെ കുറിച്ചുകൊണ്ട് ചർച്ചകൾ വർത്തമാന കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ അതിനൊക്കെ വളരെ വ്യക്തമായി കൊണ്ട് കാര്യങ്ങൾ പറയുകയും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളരെ വ്യക്തമായി കൊണ്ട് പ്രസ്തുത വിഷയത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തതായതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു പോവുകയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം വളരെ പരിമിതമാണ്. അസറിന് ശേഷം ഗ്രാൻഡ് സല്യൂട്ട് നടക്കേണ്ടതുമാണ്. അതുകൊണ്ട് ഞാൻ അവസാന ഭാഗത്തേക്ക് കടന്നു പോവുകയാണ്. ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് വളരെയധികം മലീമസമായി കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ തെറ്റ് ചെയ്യുന്ന ആൾ സ്വകാര്യമായി തെറ്റ് ചെയ്യുക മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് തെറ്റിലേക്ക് പരസ്യമായി കൊണ്ട് ക്ഷണിക്കുക കൂടി ചെയ്യുകയാണ്. ആ തെറ്റിനെ പച്ചയായിക്കൊണ്ട് യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ ശരിയാണ്, അതിലൊന്നും ഒരു വിഷയവുമില്ല എന്ന് സമർത്ഥിക്കുവാനുള്ള ശ്രമങ്ങൾ കൂടി സോഷ്യൽ മീഡിയ പോലെയുള്ള സംഗതികൾ വ്യാപകമായപ്പോൾ അതിനുവേണ്ടി ന്യായാന്യായങ്ങൾ നിരത്തിക്കൊണ്ട് സമർത്ഥിക്കുവാൻ കൂടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായ കാലഘട്ടത്തിലാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ എങ്ങനെ അതിജയിക്കാമെന്നുള്ളതിന്റെ ഉത്തരവും നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. ഒരുപാട് ടെക്നോളജി പുരോഗമിച്ചതായോ ലോകത്തിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മുമ്പിൽ ഫേസ്ബുക്ക് ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, വൈബർ ഉണ്ട്, അതുപോലെയുള്ള ഒരുപാട് ഉപയോഗിക്കുവാൻ പറ്റിയതായ സോഷ്യൽ മീഡിയകൾ നമ്മുടെ മുമ്പിലേക്കുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതായ സംഗതിയായിക്കൊണ്ട് തന്നെ പറയട്ടെ, നമുക്ക് ഒരു അമുസ്ലിമിന് ഇസ്ലാമിനെ കുറിച്ചുകൊണ്ട് പരിചയപ്പെടുത്താൻ തൃപ്തികരമായ ഒരു സൈറ്റ് വേദനാജനകമാണെന്ന് പറയട്ടെ. മലയാളത്തിലുള്ളതായ ഒരു സൈറ്റ് അമുസ്ലിമായ മനുഷ്യന് മുസ്ലിമിനെ പരിചയപ്പെടുത്താൻ, മുസ്ലിമിന് ഇസ്ലാം പഠിക്കാനും അവന്റെ ഫത്വ കണ്ടെത്താനും ഒക്കെ ഒരുപക്ഷെ നിരവധി സൈറ്റുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞേക്കാം. പക്ഷെ ഒരു അമുസ്ലിമായ മനുഷ്യൻ എവിടെയാണ് ഞാൻ ഇസ്ലാമിനെ കണ്ടെത്തേണ്ടത്, എന്റെ സംശയം എവിടെ നിന്ന് തീരുമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചെന്നെത്തുവാൻ ഒരു അമുസ്ലിമായ മനുഷ്യനെ ആകർഷിക്കുവാനുതകുന്നതായ ഒരു സൈറ്റിന് ഇല്ല എന്നുള്ളത് വേദനാജനകമായ വസ്തുതയായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ പരിഹാരമായി കൊണ്ട് നമ്മൾ കാണുന്നത് ഈ ജൂനിയർ കോളേജ് പോലെയുള്ള നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നുകൊണ്ട് കടന്നു വരുമ്പോൾ ഒരുപാട് ഡോക്ടർമാരും അതുപോലെയുള്ളതായ ഡോക്ടറേറ്റ് നേടിയതായ ആളുകളുമൊക്കെ ഉണ്ടെങ്കിലും ഇസ്ലാമിക് ടെക്കുകൾ നമ്മുടെ സമൂഹത്തിൽ നിന്നുകൊണ്ട് ഉണ്ടാവേണ്ടതുണ്ട്. ടെക്നീഷ്യന്മാരായ ആളുകൾ അഥവാ ഈ മേഖലയിലേക്ക് IT മേഖലയിലേക്ക് കടന്നു വന്ന മതപണ്ഡിതന്മാരായ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നിന്നുകൊണ്ട് തന്നെ ഉണ്ടായിത്തീരേണ്ടതുണ്ട്. അവർ പ്രോഗ്രാം ചെയ്യുന്നവരായിരിക്കണം, അവർ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നവരായിരിക്കണം, അവർ വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്യുന്ന ആളുകളായിരിക്കണം. അവർ ഈ കാലികമായി സോഷ്യൽ നെറ്റ്വർക്കുകളിൽ കൂടി നടക്കുന്ന ഓരോ ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങളെയും കണ്ടറിഞ്ഞ് അതിനെയൊക്കെ പ്രതിരോധിക്കുവാനുതകുന്ന നമ്മുടെ ദഅ്വ കോളേജുകളിൽ നിന്ന് പ്രത്യേകമായി കൊണ്ട് അച്ചടക്കവും അതിന് വേണ്ടതായ പ്രവർത്തനങ്ങളും ശേഷിയുമൊക്കെ ശേഖരിച്ചതായിരിക്കണം. അതിന് തകുന്നതായ പദ്ധതി കൂടി നാം ലക്ഷ്യമിടുന്നുണ്ട്. ഈ വസ്തുതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ നീക്കം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രതിരോധ മേഖലയിലേക്ക് ഊന്നിക്കൊണ്ടുള്ള വേദനാജനകമായ 2 വിഷയങ്ങളിലേക്ക് കൂടി മാത്രം നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ ഇന്ന് മുസ്ലിങ്ങൾ നേരിടുന്നതായ ഏറ്റവും വലിയ വെല്ലുവിളി 2 കോണിൽ നിന്നുകൊണ്ടാണ് വർത്തമാനകാല കേരളത്തിലേക്ക് കടന്നു വരുന്നത്. അതിലൊന്ന് ക്രിസ്ത്യാനിസമാണ്, മറ്റൊന്ന് സെക്യുലറിസമാണ് അഥവാ മതേതരത്വം എന്ന് പറയുന്ന അതിന്റെ മറ്റൊരു പതിപ്പായ യുക്തിവാദമാണ്. ഇസ്ലാമിന്റെ സമൂഹത്തിന്റെ ഇടയിലേക്ക് തെറ്റിദ്ധാരണാജനകമായ ആശയങ്ങൾ കൊണ്ടുവന്ന് അവരെ പരമാവധി സംശയിപ്പിച്ച് അവരുടെ ഈമാൻ അങ്ങോട്ട് നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലേക്കാണ് ക്രിസ്ത്യാനികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു നീക്കം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ചു നിർത്തണമെങ്കിൽ സ്വാഭാവികമായും നമ്മൾ അതിനെക്കുറിച്ചുകൊണ്ടുള്ള പഠനങ്ങൾ നടക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് മത താരതമ്യ പഠനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുന്നതിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ മറ്റൊരു വിഷയമായി കൊണ്ട് നിങ്ങളോട് സൂചിപ്പിച്ചു, യുക്തിവാദം. അതിനേക്കാളുമൊക്കെ അപ്പുറം ഇസ്ലാമിക വിശ്വാസത്തെ കൊച്ചാക്കി ചിത്രീകരിച്ചുകൊണ്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വേദനാജനകമായ പുതിയ സംഭവ വികാസങ്ങൾ കൂടി ലിംഗസമത്വം പോലെയുള്ള, അതുപോലെ തന്നെ പരിണാമ സിദ്ധാന്തം പോലെയുള്ള, അതുപോലെ തന്നെ നിലവിളക്ക് പോലെയുള്ള വർത്തമാനകാല വിവാദങ്ങളിൽ പോലും ഈ അൾട്രാ സെക്യുലറിസ്റ്റുകൾ കാണിച്ചതായ പ്രവർത്തനം നമുക്ക് മുമ്പിലുണ്ട്. ഞാൻ പറയുന്ന ആശയം
പറയുന്നവനും അത് അംഗീകരിക്കാത്തവനും മൊത്തത്തിൽ അങ്ങോട്ട് തട്ടിത്തെറിപ്പിച്ച് ഇത് മാത്രമാണ് ശരി, അല്ലാതെ നിങ്ങൾ പറയുന്നതൊക്കെ തെറ്റാണ് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവ വിശേഷത്തിൽ കൂടി വർത്തമാനകാല കേരളം സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അൾട്രാ സെക്യുലറിസത്തിന്റെ ഈ വാദഗതിയിലേക്ക് അറിഞ്ഞോ അറിയാതെയോ മുസ്ലിങ്ങളായ ആളുകൾ തന്നെ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നതായ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സംഭവങ്ങളെയൊക്കെ വളരെ വ്യക്തമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അതിനുവേണ്ടി സാംസ്കാരിക ഫാസിസത്തിന്റെ കോലത്തിൽ മറ്റൊരു പ്രവർത്തനവും ഈ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ നടക്കുന്നുണ്ട്. സിനിമ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമായി കൊണ്ട് വർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ കാലഘട്ടത്തിലായി ഇറങ്ങിയ പുതിയ ന്യൂ ജനറേഷൻ ഫിലിമുകളിലൊക്കെ കാണുന്നത് ഒരു നായകനും ഒരു നായികയും. ഈ നായകൻ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് നായികയെ ഒപ്പിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ തട്ടിത്തെറിപ്പിച്ചെടുക്കുന്നത് എന്ന് അവിടെ മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് ഈ നായകന്റെ പിന്നാലെ പോകുവാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാവം സ്നേഹനിധിയായ നായിക, ആ നായികയെ എങ്ങനെയെങ്കിലുമൊക്കെ പരമാവധി ആ നായികയെ സ്വന്തമാക്കുവാൻ വേണ്ടി സ്നേഹത്തിന്റെ പേരിൽ എന്തും അങ്ങോട്ട് സമർപ്പിക്കുന്നതായ നായകൻ, ആ നായകനോടൊരു താല്പര്യം ഉണ്ടാക്കിയെടുക്കുകയാണ്. പുതിയ ന്യൂ ജനറേഷൻ സിനിമകളിൽ നായിക മുസ്ലിമാണെങ്കിൽ നായകൻ കാഫിറായിരിക്കും. ആ കാഫിറായ നായകൻ അമുസ്ലിമായ ആ നായകനോടുള്ളതായ ആ താല്പര്യം, സിമ്പതി ഇവന്റെ മനസ്സിലേക്ക് ഇവളുടെ മനസ്സിലേക്ക് അങ്ങോട്ട് കടന്നു വരികയും അങ്ങനെ അമുസ്ലിങ്ങളോട് പ്രേമം അറിയാതെ മനസ്സിന്റെ അകത്തലങ്ങളിലേക്ക് കടന്നു വരുവാൻ ഉതകുന്ന രീതിയിൽ ഈ പറയുന്നതായ അൾട്രാ സെക്യുലറിസ്റ്റുകൾ രൂപപ്പെടുത്തിയെടുത്ത ആധുനിക കാലഘട്ടത്തിലെ സാംസ്കാരിക ഫാസിസം കടന്നു വരികയും അതാണ് ഏറ്റവും കൂടുതൽ ഒളിച്ചോട്ടത്തിലേക്ക് നയിച്ചത് എന്ന് വർത്തമാനകാല പഠനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്ത് എന്റെ പ്രിയപ്പെട്ട ദായിമാരെ, നമുക്ക് ഉത്തരവാദിത്വം ഏറ്റവും കൂടുതൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മെഹ്റാബിൽ നിന്ന് നേരെ റൂമിലേക്ക് പോയിക്കൊണ്ടല്ല നമ്മുടെ പ്രബോധന ദൗത്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ വിശുദ്ധ ഖുർആൻ വിമർശകന്മാർ ചോദിച്ചതിന്റെ എടുത്തുദ്ധരിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, വഖാലു മാലി ഹാദർ റസൂലി യഅകുലു തആമ വയംശി ഫിൽ അസ്വാഖ്. പ്രബോധിത ജന അവരുടെ പ്രവർത്തനം മനസ്സിലാക്കുവാൻ വേണ്ടി, അവർക്കിടയിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി അങ്ങാടികളിലൂടെ നടന്ന് അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം നടത്തിയിരുന്നത്. അത് നമ്മുടെ മെഹ്റാബിൽ നിന്ന് റൂമിലേക്ക് പോയി മഹല്ലുകളിൽ നടക്കുന്ന സാംസ്കാരിക ജീർണതയെക്കുറിച്ച് കൊണ്ട് മനസ്സിലാക്കാത്ത ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായിത്തീരുന്നതെങ്കിൽ അതുകൊണ്ടൊരിക്കലും തന്നെ ദഅവത്ത് സുസാധ്യമാവുകയില്ല. വളരെയധികം ബൃഹത്തായ വിഷയമാണ്. ആധുനികമായ മേഖലയെ കുറിച്ചുകൊണ്ട് അത് ഏത് രീതിയിൽ പ്രബോധനം നടത്താം, ഏത് രീതിയിൽ തന്നെ നമുക്ക് അത് ഉപയുക്തമാക്കി നമ്മുടെ ജൂനിയർ കോളേജിൽ നിന്നും തെരഞ്ഞെടുത്ത ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട കൊണ്ടിപ്പറമ്പ് ഉസ്താദ് ഇവിടെയുണ്ട്. അതിന് വേണ്ടിയതായ കർമ്മപദ്ധതികളൊക്കെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ദഅവത്തിന്റെ മേഖലയിൽ ഏറ്റവും കൂടുതൽ ചടുലമായ പ്രവർത്തനം നടത്തി ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് എന്നുള്ളതിൽ രണ്ട് പക്ഷമില്ല. അതുകൊണ്ട് വരും തലമുറയിലേക്കും അവരെ ആ രൂപത്തിൽ തന്നെ ഇസ്ലാമിക് ടെക്കുകളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ആധുനിക ദഅവാരംഗം എങ്ങനെയൊക്കെ ഫലപുഷ്ടിയമാക്കി മാറ്റാൻ പറ്റുമോ അതിന് ഉതകുന്ന കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കണം. അതിനുള്ള താല്പര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ.